പ്രവാസി ക്ഷേമ പെൻഷൻ നൽകാനായി 32 കോടി രൂപ അനുവദിച്ച് സർക്കാർ. ഓണത്തിന് മുന്നോടിയായി പെൻഷൻ നൽകാനാണ് തീരുമാനം. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുത്തിയത് കഴിഞ്ഞ സർക്കാരാണെന്ന് UDF സർക്കാർ ആരോപിക്കുന്നു. സുനിഷ അയിലൂർ വിവരങ്ങളുമായി. സുനിഷ, പെൻഷൻ വിതരണത്തിൽ വന്ന കുടിശ്ശിക പെട്ടെന്ന് നൽകാനുള്ള ആലോചന, അതിപ്പോൾ ഓണത്തിന് മുൻപ് തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ 32 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. എപ്പോൾ മുതൽ നൽകി തുടങ്ങും സുനിഷ? സ്മൃതി, എത്രയും വേഗത്തിൽ തന്നെ നൽകി തുടങ്ങുക എന്നുള്ളതാണ് UDF സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഏതായാലും ക്ഷേമനിധി ബോർഡ്, ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 32 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തുക ലഭ്യമാക്കിയതോടുകൂടി ഓണത്തിന് മുന്നേ തന്നെ പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഏതായാലും ആദ്യഘട്ട തുക എന്ന രീതിയിലാണ് ഈ തുക അനുവദിക്കുന്നത്. ഒപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിശ്ശിക തുക ലഭിക്കാനുണ്ട് ഇനിയും ഈ പ്രവാസികൾക്ക് എന്നുള്ളതാണ്. ഇത് അനുവദിക്കാനുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം അത് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UDF സർക്കാർ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്ന ചില കാര്യങ്ങൾ മൂലമാണ് കുടിശ്ശിക ഉണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിനെ തുടർന്ന് ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അതാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുത്തിയത് എന്നുള്ളതാണ് UDF സർക്കാർ പറയുന്നത്. എന്നാൽ നിലവിൽ ഈ പ്രവാസി സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ട് നിലവിലെ സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, കുടിശ്ശികയെല്ലാം വേഗത്തിൽ നൽകേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ ഗഡു എന്ന രീതിയിൽ ഇപ്പോൾ തന്നെ 32 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ വിതരണവും ഉണ്ടാകും. മറ്റ് കുടിശ്ശിക തീർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വേഗത്തിൽ നടപടി പൂർത്തിയാക്കി നൽകാനുള്ളൊരു തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി, സുനിഷ അയിലൂരാണ് വിവരങ്ങൾ.